അറയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടാവും. ഇൻഡെക്സ് വാല്യൂ 0 മുതലാണ് തുടങ്ങുന്നത്. 4 ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അറേൻ്റെ സ്മോളസ്റ്റും എലമെൻറ്റും അതുപോലെ തന്നെ ലാർജസ്റ്റ് എലമെൻ്റാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. ഫൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അതാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറേ എന്താണ്, അറേൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത് ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അറേ എങ്ങനെയാണ് ലൂപ്പിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറേൻ്റെ ഓപ്പറേഷൻ ആണ്. അതായത് അറേയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 10, അതുപോലെ 20, 30, 40 എന്നുള്ള പറയുമ്പോൾ ഇന്നലെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അതൊക്കെ എന്താണ്, അറേൻ്റെ എലമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ എലമെൻറ്റ്സിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് എന്താണെന്നുള്ളതാണ് ഇന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒരുപോലുള്ള, ഫോർ എക്സാമ്പിൾ 1, 1, 2, 2, 3, 3 എന്നുള്ള ഇങ്ങനെ ഡബിൾ എലമെൻറ്റ്സ്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ എഴുതുമ്പോൾ അത്രയും സമയം പോവാണ്. അപ്പോൾ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലൂപ്പ് എന്താണെന്ന് അറിയാം, അതേപോലെ അറേ എന്താണെന്ന് അറിയാം. പക്ഷെ ഇതിൻ്റെ ലോജിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഇതല്ലാത്ത ലോജിക്സും ഉപയോഗിക്കാൻ പറ്റും. ലോജിക് എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ നിന്നാണ് വരേണ്ടത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് ഇതിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഇൻറ്റ് അറേ. ഇൻറ്റ് എന്താ, മറ്റേ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ഇൻറ്റ് കൊടുത്തത്. അപ്പോൾ ഇൻറ്റ് അറേ കൊടുത്തു. 1, 2, 3, 4, 2, 7, 8, 8, 3. ഇത് എലമെന്റ്സ് ആണ്. ഇത് അറേൻ്റെ എലമെന്റ്സ് ആണ്. ഇത്രയും എലമെന്റ്സ് ഇപ്പോൾ എത്ര ഉള്ളത്, 1, 2, 3, 4, 5, 6, 7, 8, 9 എലമെന്റ്സ് ആണ് അറേ ഉള്ളത്. ഈ ARRന്റെ വേരിയബിളിൻ്റെ ഉള്ളിൽ ഉള്ള വാല്യൂസ് ആണ് ഈ എലമെന്റ്സ് ആണ് അല്ലേ. ഈ എലമെന്റ്സ് എന്താണ്, നമുക്ക് ഈ എലമെന്റ്സിൽ ഏതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. 1-ന് എന്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല. 2-നുണ്ട്, ഇതാ ഇവിടെ. 3-നും ഉണ്ട്. പിന്നെ 4-നില്ല, 7-നില്ല, 8-നുണ്ട്. അപ്പോൾ 3 നമ്പേഴ്സിന് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് ഉണ്ട്. ഒരുപോലത്തെ എലമെന്റ്സ് നമുക്ക് കാണുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ലൂപ്പ് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്, അതുപോലെ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ഫോർ ലൂപ്പ്, ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇന്നലെ നമ്മൾ ഈ നെസ്റ്റഡ് ലൂപ്പ് ഒന്നും ഉപയോഗിച്ചില്ലല്ലോ, നേരെ അങ്ങനെയല്ലേ ചെയ്തത്. പക്ഷേ ഈ നെസ്റ്റഡ് ലൂപ്പ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നോക്കി ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാത്തിനും പോയി നോക്കണം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 1 എടുക്കാം. 0th പൊസിഷനിലുള്ള 1 എന്നുള്ള എലമെന്റ് എടുത്താൽ ഈ 1 എന്നുള്ളത് ഈ 2 എന്നുള്ളതും ഈക്വൽ ആണോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതായത് 1-ഉം അതുപോലെ ഈ 0th പൊസിഷനിലുള്ള എലമെന്റും 1th പൊസിഷനിലുള്ള എലമെന്റും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതാണോ, അല്ല, കാരണം എന്താ, 2 ആണ്, ഇത് 1 ആണ്, അല്ല. പിന്നെ 0th പൊസിഷനിലും പിന്നെ 2nd പൊസിഷനിലുള്ളതും ഒന്നാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ വീണ്ടും 3rd-ലുള്ളത് പിന്നെ 4th-ലുള്ളത് ഇതുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ നെസ്റ്റഡ് ലൂപ്പ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 1-ലും ഇല്ല, അപ്പോൾ 1 എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റഡ് അല്ല, നിങ്ങൾ മനസ്സിലായ. പിന്നെ 2 ആണ് എടുക്കുന്നത്. 2 എത്രാമത്തെ പൊസിഷനിലാണ്, 1th പൊസിഷനിൽ. ആ 2 എന്നുള്ളത് എന്ത് ചെയ്യും, മറ്റുള്ളതിലെല്ലാം പോയി ചെക്ക് ചെയ്യും. ഇല്ല എന്നുള്ളത് തോന്നുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് ഇല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ട്. അപ്പം എന്തായി, ഡ്യൂപ്ലിക്കേറ്റഡ് എന്നുള്ള മാർക്കബിൾ ആവും. അപ്പം അതെന്തായി, എന്തായി, അത് എല്ലാത്തിനും നോക്കുമ്പോൾ ഈ സംഭവം ഡ്യൂപ്ലിക്കേറ്റഡ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്കാണ് പോവുക. അടുത്തത് ഏതാ, 2nd പൊസിഷനിലുള്ളത് 3 ആണ്. 3 എന്നും എന്ത് ചെയ്യും, എല്ലാത്തിനും പോയി ചെക്ക് ചെയ്യും. എല്ലാത്തിനും വെച്ച് ഇവിടെ തന്നെ ചെക്ക് ചെയ്യും. ഓരോന്നിലേക്ക് പോയി ചെക്ക് ചെയ്യും. ഇതിന് വേണ്ടിയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എഴുതിയത്. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ ഇപ്പം എന്താ വെച്ചാൽ ഫോർ ലൂപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, പിന്നെ മോഡിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റ് ഐൻ്റെ വാല്യൂ 0 ആക്കി മാറ്റിയിട്ടുണ്ട്, അസൈൻ 0 ആക്കി. അപ്പോൾ ഐൻ്റെ വാല്യൂ എത്ര, 0 ആണ്. പിന്നെന്ത് ചെയ്യും, I less than
ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ? അറേ ഡോട്ട് ലെങ്ത് എത്ര? 9 അല്ലേ? ലെങ്ത് അറേന്റെ ലെങ്ത് എത്ര? 9 ആണ്. അപ്പോൾ 9 റോ നമുക്ക് എന്ത് ചെയ്യും? പോവും. ഓക്കെ, 9 വട്ടം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ലൂപ്പ് കറങ്ങേണ്ടി വരും. അത് നോക്കാം. അപ്പോൾ ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്, കാരണം 0 ആണ്, മറ്റേത് 9 ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നേരെ താഴത്ത് പോകും. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻറ്റ് ജെ അസൈൻ i+1. i+1 എന്താ? ഐൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്, +1 വെച്ചാൽ 1 ആണ്. അപ്പോൾ ജെൻ്റെ വാല്യൂ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര? 0. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ 0th പൊസിഷനിലാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണ്ടല്ലോ. പിന്നെ നേരെ മറിച്ച് എന്തായി? 0th പൊസിഷനും 1th പൊസിഷനും ഈക്വൽ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ i+1 ആക്കിയത്. മനസ്സിലായോ? അതായത് ഇവിടെ i0 കൊണ്ട് തുടങ്ങിയത് എന്തുകൊണ്ടാ? ഈ അറേന്റെ ഇൻഡെക്സ് വാല്യൂ 0th മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ 0th പൊസിഷൻ മുതലേ നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് i തുടങ്ങിയത് 0 എന്നുള്ള വാല്യൂ മുതൽ. പക്ഷെ ഇവിടെ i+1 എന്തിനാ ജെക്ക് കൊടുത്തത്? ജെക്ക് കൊടുത്ത i+1 എന്ന് വെച്ചാൽ i ആണ് നമ്മുടെ ടാർഗറ്റ് വാല്യൂ. ആ ടാർഗറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളത് ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകേണ്ടത്. മറ്റുള്ളത് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 0th പൊസിഷനുള്ള ഒരു എലമെന്റ് 0th പൊസിഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യണ്ടല്ലോ. പിന്നെ നേരെ മറിച്ച് അതിൻ്റെ മുന്നുള്ള ഒരു എലമെന്റിനോടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ i+1 എന്നാക്കി മാറ്റിയത്. ഓക്കെ, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ i+1 ആയി. അപ്പോൾ ജെയുടെ വാല്യൂ 1 ആയി മാറി. ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ജെ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. കാരണം എന്താ? 9 ഇത് 1 ആണ് വാല്യൂ. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും താഴത്ത് വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റിൽ വരും. സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് അറേ ഓഫ് ഐ ഏതാ? ചിന്തിച്ചു നോക്കി. അറേ ഓഫ് ഐ ഏതാ? അതിൻ്റെ വാല്യൂ 0 ആണ്. അറേ ഓഫ് ഐ എന്ന് വെച്ചാൽ 1 ആണ് വാല്യൂ. ഞാൻ പറഞ്ഞിരുന്നു 0th പൊസിഷനിലാണ് അറേ. അപ്പോൾ 0th പൊസിഷനിലൊക്കെ നോക്കും. അതിൻ്റെ വാല്യൂ ഏതാ? 0 ആണ്. ഓക്കെ, ഇനി ജെൻ്റെ വാല്യൂ ഏതാ? 1 ആണ്. അപ്പോൾ 1 എന്നുള്ളത് അപ്പോൾ ഈക്വൽ അറേ ഓഫ് ജെ ആണോ? അറേ ഓഫ് ജെ ഏതാ? ജെയുടെ വാല്യൂ 1 ആണ്. കാരണം എന്താ? i+1. അപ്പോൾ 1 ആണ്. അപ്പോൾ ഐൻ്റെ വാല്യൂനേക്കാളും 1നേക്കാളും മുന്നോട്ടാണ്. മീൻസ് i+1 അല്ലേ? അപ്പോൾ 1th പൊസിഷനിലുള്ളത് ചെക്ക് ചെയ്യും. അതായത് അറേ ഓഫ് ഐ, അതായത് 1, അത് ഈക്വൽ 2 ആണോ? 2 ഏതാ? 0th പൊസിഷനിൽ 1th പൊസിഷനിലുള്ളതാണ്. അതിനാണ് ഇവിടെ i+1 കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്തുകൊണ്ട് i+1 കൊടുത്തു എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ ഈക്വൽ ടു അറേ ഓഫ് ജെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഈ കണ്ടീഷൻ്റെ ഉള്ളിൽ പോകില്ലല്ലോ. സോറി, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാന്ന് പറഞ്ഞു. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു കണ്ടീഷൻ മാത്രം, ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല. പക്ഷെ സെക്കൻഡ് ലൈനും കൂടി വരികയാണെങ്കിൽ നമുക്ക് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ ഇട്ടത്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പണിൻ്റെ ക്ലോസിംഗ് ആണ്, ഇതിൻ്റെ ക്ലോസിംഗ് ആണ്. ഓക്കെ, ഇത് മറ്റേതിൻ്റെ ക്ലോസിംഗ്. ഓക്കെ അല്ലേ? ഇപ്പോൾ പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈക്വൽ ആണോ നോക്കും. കണ്ടീഷൻ എന്ത് ചെയ്യും? ഫോൾസ് ആണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ പോവില്ല. നേരെ എന്ത് ചെയ്യും? J++ ആവും. J++ ആകുമ്പോൾ ജെയിലെ വാല്യൂ ഇപ്പം എത്രയാണ്? 1 ആണ്. 1 എന്നുള്ളത് മാറി 2 ആയി മാറും. 2 ആയി മാറുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ അറേ ഡോട്ട് ലെങ്ത് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. കാരണം എന്താ? 2 എന്നുള്ളത് ചെറുതല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വരും. ഇപ്പോൾ അറേൻ്റെ വാല്യൂ എത്ര? അറേ ഓഫിൻ്റെ ഐൻ്റെ വാല്യൂ എത്ര? 1 തന്നെ. അതിൽ മാറില്ല. പക്ഷേ അറേ ഓഫ് ജെൻ്റെ മാറും. കാരണം എന്താ? ജെൻ്റെ വാല്യൂ ഏതാ? ജെയുടെ വാല്യൂ ++ ആയിട്ടുണ്ട്, 2 ആയി. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ഇത്. അപ്പോൾ ആദ്യം ഇത് എന്ത് ചെക്ക് ചെയ്തു? 0th പൊസിഷൻ മുതൽ 1th പൊസിഷൻ നോക്കി. പിന്നെ എന്തായി? ഇപ്പോൾ 3ലേക്ക് എത്തി. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്പയർ ചെയ്തു. 0th പൊസിഷനിലുള്ള 1 നോക്കി. പിന്നെ സെക്കൻഡ് ആകുമ്പോൾ എന്തായി? സെക്കൻഡ് പൊസിഷനിൽ ഏതാ? 3 അല്ലേ ഉള്ളത്. അപ്പോൾ 3 എന്ന് നോക്കി. അപ്പോൾ കമ്പയർ നോക്കുമ്പോൾ ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കിടക്കൂല. നേരെ എന്ത് ചെയ്യും? J++ ആവും. J++ ആകുമ്പോൾ ഇപ്പോൾ ജെൻ്റെ വാല്യൂ 2 ആണ്. 2 എന്നുള്ളത് ++ ആകുമ്പോൾ 3 ആയി മാറും.
3 ആയി മാറുമ്പോൾ ജെ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ നോക്കും, കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ ഇവിടെ വന്ന് നോക്കും അറേ ഓഫ് ഐ, അതിൻ്റെ വാല്യൂ എത്ര 0 ആണ്, അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു അറേ ഓഫ് ജെ, ജെയുടെ വാല്യൂ എത്ര 3, അപ്പോൾ 3 ആകുമ്പോൾ 0 1 2 3 4 ആണോ നോക്കി ചെക്ക് ചെയ്യും. മതിയോ? 4 എലമെന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഈക്വൽ നോക്കുമ്പോൾ അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് ആവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ ജെ 0th പൊസിഷൻ, പിന്നെ എന്ത് ചെയ്യും തേർഡായി ജെ 3 ആയി മാറുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് മറ്റുള്ള ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ 4 ആണ് സംഭവം, 4 ആണ് ഇപ്പോൾ വാല്യൂ. അപ്പോൾ ചെക്ക് ചെയ്യും, അപ്പോൾ എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കയറൂല, ജെ പ്ലസ് പ്ലസ് ആവും. അപ്പോൾ 5 ആവും. 5 ആവുമ്പോൾ എന്ത് ചെയ്യും, 1 5 പൊസിഷനിലുള്ളതും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഈക്വൽ അല്ല, അപ്പോൾ എന്ത് ചെയ്യും, ഇത് നേരെ താഴത്ത് വരും, പിന്നെ പ്ലസ് പ്ലസ് ആവും, അപ്പോൾ 6 ആയി മാറും. അപ്പോൾ 0th പൊസിഷനിലുള്ളതും 6th പൊസിഷനിലുള്ളതും ഒന്നാണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അല്ല, അപ്പം ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അപ്പം എന്തില്ല, സ്റ്റേറ്റ്മെൻറ്റിൽ കയറൂല, നേരെ ജെ പ്ലസ് പ്ലസ് ആവും. വീണ്ടും 0th പൊസിഷൻ മുതൽ എന്ത് ചെയ്യും, 8th ആണെന്ന് നോക്കും, അല്ല. വീണ്ടും എന്ത് ചെയ്യും, ആ പ്ലസ് പ്ലസ് ആവും, പിന്നെ 8 ആണ് നോക്കും, പിന്നെയും പ്ലസ് പ്ലസ് ആവും, തേർഡ് ആണെന്ന് നോക്കും, അല്ല. അപ്പോൾ ഇതെന്താവും, കണ്ടീഷൻ ഇവിടെ നിന്ന് മൊത്തത്തിൽ ബ്രേക്ക് ആവും. ഇവിടെ എന്ത് ചെയ്യും, 10 ആയി മാറുമ്പോൾ കണ്ടീഷൻ ബ്രേക്ക് ആവും, 9 ആയി മാറുമ്പോൾ കണ്ടീഷൻ ബ്രേക്ക് ആവും, ലൂപ്പ് ബ്രേക്ക് ആവും. ലൂപ്പ് ബ്രേക്ക് ആയി നേരെ എന്ത് ചെയ്യും, ജെ പ്ലസ് പ്ലസ് ആവും. ജെ പ്ലസ് പ്ലസ് ആയാൽ എന്താ സംഭവിക്കുക, ജെ പ്ലസ് പ്ലസ് ആയി കഴിഞ്ഞാൽ ഐൻ്റെ ഐ പ്ലസ് പ്ലസ് ആയി മാറും. കാരണം ജെൻ്റെ ലൂപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഐ പ്ലസ് പ്ലസ് ആയി മാറും. അതിൻ്റെ വാല്യൂ ഇപ്പം എത്ര 0 ആണ്. 0 ഉള്ളത് എന്ത് ചെയ്യും, പ്ലസ് 1 ആയി മാറും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും, ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ, കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, കണ്ടീഷനിലേക്ക് കയറും, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറും. സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും, ഐ പ്ലസ് 1 ആണ്. ഐൻ്റെ വാല്യൂ എത്ര, അതിൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ വാല്യൂ 0 ആണ്, അല്ല 1 ആണ്. 1 + 1 എത്രയായി, 2 ആയി മാറി. അപ്പോൾ 2 ആണ് ജെയുടെ വാല്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി ബാക്കോട്ട് ഒരിക്കൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, കമ്പയർ ചെയ്ത്. അതുകൊണ്ട് ബാക്കുള്ള ഇനി മുന്നോട്ട് പോയാൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പൊസിഷൻ എടുത്തപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് വെച്ചിട്ട് എല്ലാ എലമെൻറ്റിലേക്കും പോയി ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏത് എലമെൻ്റായിട്ടും മാച്ച് ചെയ്യുന്നില്ല. അപ്പോഴാണ് സെക്കൻഡ് എലമെൻറ്റിലേക്ക് പോയത്. ഇനി സെക്കൻഡ് എലമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നോക്കി നോക്കാം. ഈ ഒന്നും കൂടി, അതായത് ജെൻ്റെ ഐൻ്റെ വാല്യൂ 1 ആണ്, അത് ചിന്തിക്കണം. അപ്പോൾ ഐ പ്ലസ് 1 എന്ന് വെച്ചാൽ 2 ആയി. ഇനി ഇവിടെ നിന്ന് ഇത് ചെക്ക് ചെയ്യും, ജെ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ നോക്കും അറേ ഓഫ് ഐ എത്ര, അതിൻ്റെ വാല്യൂ എത്ര 1 ആണ്. അപ്പോൾ 1 പൊസിഷനിൽ ഏതാ ഉള്ളത്, 2 എടുക്കും. എന്ത് 2 ആണ് വാല്യൂ, ഒപ്പം മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ഈക്വൽ ടു അറേ ഓഫ് ജെ ആണോ, ജെൻ്റെ വാല്യൂ എത്ര ഇപ്പോൾ 2 ആണ്. അപ്പോൾ 2 പൊസിഷൻ ഏതാ 0 1 2 3 ആണ്. അപ്പോൾ നോക്കും 3 ഈക്വൽ ആണോ, ഈക്വൽ അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കാതെ നേരെ എന്ത് ചെയ്യും, ജെ പ്ലസ് പ്ലസ് ആവും. ജെൻ്റെ വാല്യൂ 2 ആണ്, 2 എന്നുള്ളത് 3 ആയി മാറും. ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ താഴത്ത് വരും. അപ്പോൾ അറേ ഓഫ് ഐ അതേതാ 2 തന്നെ അല്ലേ, 2 തന്നെ. അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1th പൊസിഷനിലുള്ളത് 2 അല്ലേ, അപ്പോൾ 2 ആണ്. ഈക്വൽ ടു അറേ ഓഫ് ജെ ആണോ ചെക്ക് ചെയ്യും. അറേ ഓഫ് ജെ ഏതാ, ജെൻ്റെ വാല്യൂ എത്ര 2 ഉള്ളത് 3 ആയി മാറി അല്ലേ. 3 ആയി മാറുമ്പോൾ 3th പൊസിഷനിൽ ഏതാ ഉള്ളത് 0 1 2 3 4 ആണ്. 4 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. 4 ആണോ, അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്ത് വരും, സ്റ്റേറ്റ്മെൻറ്റ് കയറൂല, നേരെ എന്ത് ചെയ്യും, ഇഫ് കണ്ടീഷൻ ബ്രേക്ക് ആയി നേരെ എന്ത് ചെയ്യും, ഇവിടെ വരും. ജെ പ്ലസ് പ്ലസ് ആയി. ജെൻ്റെ വാല്യൂ എത്ര ഇപ്പോൾ കറൻ്റ്ലി 3 ആണ്. 3 എന്നുള്ളത് 4 ആയി മാറും, 4 ആണ്. അപ്പോൾ വീണ്ടും വരും, കണ്ടീഷൻ ട്രൂ ആയി. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. എന്നിട്ട് ഇവിടെ വരും അറേ ഓഫ് ഐ നോക്കും. അറേ ഓഫ് ഐൻ്റെ വാല്യൂ 2 തന്നെ. കാരണം എന്താവും, ഐൻ്റെ വാല്യൂ 1 ആണ്, 1th പൊസിഷനിലുള്ളത് 2 ആണ്. അപ്പോൾ 2 ആണോ നോക്കും. പിന്നെ ഈക്വൽ ടു അറേ ഓഫ് ജെ ആണോ നോക്കും. ജെയുടെ വാല്യൂ എത്ര 4 ആണ്. അപ്പോൾ 4th പൊസിഷനിൽ ഏതാ ഉള്ളത് 0 1 2 3 4. അപ്പോൾ നോക്കും ഈ 2th പൊസിഷൻ, അതായത് രണ്ടാമത്തെ പൊസിഷനിലുള്ളത് 2 എന്നുള്ളത് 1 ആണോ ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. നമുക്ക് എന്തായി,
കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നേരെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നു. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറഞ്ഞത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. RFJ ഏതാ? ജെയുടെ വാല്യൂ എത്ര? 4 അല്ലേ? 0 1 2 3 4. 4 ഏതാ? 2. അപ്പോൾ എന്തായി? RFJ എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്പുട്ട് നമുക്ക് 2 എന്നുള്ളത് പ്രിന്റ് ആയി. മനസ്സിലായോ? ഔട്ട്പുട്ട് 2 എന്ന് പ്രിന്റ് ആയി. അപ്പോൾ 2 പ്രിന്റ് ആയപ്പോൾ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് നമുക്ക് കിട്ടി അല്ലേ? കിട്ടി. വീണ്ടും ഇതേപോലെ എന്ത് ചെയ്യും? ഈ അറേ വെച്ചിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ, ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും i++ ആവും. എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ 2 എന്നുള്ളത് 3 ആവും. 3യിലുള്ള പൊസിഷനിൽ ഏതാ? 1 2 3 പൊസിഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് മറ്റുള്ളത് കമ്പയർ ചെയ്യും. മറ്റുള്ളത് അങ്ങനെ ഇത് കമ്പയർ ചെയ്ത് പോകും. മനസ്സിലായോ? ഇങ്ങനെ കമ്പയർ ചെയ്യും. മറ്റുള്ളതായിട്ട് എല്ലാത്തും കമ്പയർ ചെയ്യും. ഏതാണോ കമ്പയർ ഓക്കെ ഇതുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ആണ് അല്ലേ? ഈക്വൽ ആണ്. അപ്പോൾ അതും പ്രിൻ്റ് ആവും. അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് എന്ന് വെച്ചാൽ 2 ഡ്യൂപ്ലിക്കേറ്റ് ആണ്, 3 പ്രിൻ്റ് ആവും, പിന്നെ അതുപോലെ 8ഉം പ്രിൻ്റ് ആവും. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. 2 3 8 എന്നുള്ളതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഫ്ലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ലോജിക്ക് വെച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ട് നിൽക്കണ്ട. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ലോജിക്കാണ്. ഞാൻ പറയുന്നത് ഇത് ലോജിക്കാണ്. മറ്റുള്ളതൊക്കെ ലൂപ്പാണ്. ഇത് നമ്മൾ ലൂപ്പൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെസ്റ്റഡ് ലൂപ്പും അതുപോലെ തന്നെ ഔട്ടർ ലൂപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിൽ പഠിച്ചതാണ്. ഈ ലോജിക്ക് മാത്രം ഇഫ് കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. ഈ അസൈൻ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഈ അറേ ഓഫ് ഐയും ഈ RFJ എന്താന്ന് നമ്മൾ പഠിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു 0 കൊടുത്താൽ അവിടെ എന്താണ്? 0th പൊസിഷൻ. ഈ പൊസിഷനെ നിശ്ചയിക്കുന്നതാണ് ഈ പറഞ്ഞ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സംഭവം. അതും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ അറിയാം. പക്ഷെ ഇതിൻ്റെ ലോജിക്ക് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ലോജിക്ക് എന്നുള്ളത് പെട്ടെന്ന് കത്തൊന്നുമില്ല. ഒരു പെന്നും ബുക്കും എടുക്കുക, എന്നിട്ട് ലൂപ്പിൻ്റെ ബാക്കിൽ പോയി നോക്കുക. ഇപ്പം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് പറഞ്ഞേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഏതാ അത് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനെ സോർട്ട് ചെയ്യാം. മൾട്ടിപ്പിൾ സോർട്ട് ഉണ്ട്. സോർട്ട് വെച്ച് ഇപ്പോൾ ഡിസെൻഡിങ്ങോ അസെൻഡിങ്ങോ ആയിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യും. അങ്ങനെ സോർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് എന്ത് ചെയ്യും? അറേ കത്തുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത് കാണാം. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചോദിക്കാം. ഓക്കെ, സപ്പോർട്ടിന് അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ സംശയം ചോദിച്ച ഉടനെ അവരെന്ത് ചെയ്യും? റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് മാക്സ് നമ്പറും അതുപോലെ തന്നെ മിനിമം നമ്പറും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മീൻസ് ലാർജസ്റ്റും സ്മോളസ്റ്റും നമ്പർ. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. duplicate.java എന്നോ അല്ലെങ്കിൽ rf.java എന്നോ നിങ്ങൾ എന്ത് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കളഞ്ഞിട്ട് ഇവിടെ ഈ ഫയലിൽ തന്നെ ചെയ്യുന്നുണ്ട്. int error of assign. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എലമെൻറ്റ്സ് കൊടുക്കാം കേട്ടോ. എനിക്കിഷ്ടമുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുള്ളത് 10ഉം അതുപോലെ തന്നെ 30 ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രിൻ്റ് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഫോർ ലൂപ്പ് എഴുതാം ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഐ തുടങ്ങുന്നത് 0th പൊസിഷൻ മുതലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐന് എന്തിനാ 0 എന്നുള്ള വാല്യൂ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അറേൻ്റെ വാല്യൂ എന്നുള്ളത് 0th പൊസിഷൻ മുതലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റുന്നത്. അത് ചിന്തിക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറേ ഓഫ് ഐ എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് സെമിക്കോളൻ i++. ഓക്കെ, ഐ ഇൻക്രിമെൻ്റ് ചെയ്തു. പിന്നെ നമുക്കൊരു നെസ്റ്റഡ് ലൂപ്പും കൂടി വേണം. ഫോർ ഡിക്ലറേഷൻ j അസൈൻ i+1 ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ i+1 കൊടുക്കാൻ കാരണം എന്താ? നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഐൻ്റെ വാല്യൂ എന്താണോ ആ ഐൻ്റെ വാല്യൂൻ്റെ ഫ്രണ്ടിലുള്ള വാല്യൂസാണ് നമ്മൾ കമ്പയർ ചെയ്ത് പോകുന്നത്. നമ്മൾ ബോർഡിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ 0th പൊസിഷൻ മുതലാണെങ്കിൽ 1th പൊസിഷൻ മുതൽ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. 0th പൊസിഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് i+1 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ജെ ലെസ് ദാൻ array dot length. ഓക്കെ, സെമിക്കോളൻ ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇനിയുള്ള നമുക്ക് പണിയുള്ളത്. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം അറേ ഓഫ് ഐ. അപ്പോൾ അറേ ഓഫ് ഐ എന്ന് വെച്ചാൽ ഏതാ, നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ള 0th പൊസിഷൻ മുതൽ എന്ത് ചെയ്യും നോക്കും. അപ്പോൾ ഐ പ്ലസ് ആകുമ്പോൾ 1 ആയി മാറുമ്പോൾ എന്ത് ചെയ്യും 1th പൊസിഷൻ വരും. പിന്നെ പ്ലസ് പ്ലസ് ആകുമ്പോൾ 2nd പൊസിഷൻ, പിന്നെ 3rd പൊസിഷൻ, 4th പൊസിഷൻ, പിന്നെ 5th പൊസിഷൻ. അങ്ങനെ എന്ത് ചെയ്യും മാറി 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 അത് കമ്പയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈക്വൽ ആണെന്ന് നോക്കും. ഈക്വൽ ടു അറേ ഓഫ് ജെ മാത്രം കൊടുത്താൽ മതി. കാരണം എന്താ, ജെ ഇവിടെ i+1 ആണ്. ഒന്നും നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഐ എന്ന് കൊടുത്തിട്ട് ഇവിടെ j+1 എന്ന് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ j+1 എന്നും കൂടി കൊടുത്താലും മതി. പക്ഷേ ഇതാണ് നല്ല മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇഫ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും, ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് ചെയ്യാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഏതാണോ കമ്പയർ ചെയ്യുന്നത് ആ കമ്പയർ ചെയ്ത സാധനമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും പ്രിൻ്റ് ചെയ്താൽ മതി. അറേ ഓഫ് ജെ ആണെങ്കിലും പറ്റും, ഐ ആണെങ്കിലും പറ്റും. കാരണം എന്താ വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഈക്വൽ ആവുന്നത്, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറുന്ന ടൈമിൽ അറേ ഓഫ് ഐ ആണെങ്കിലും അറേ ഓഫ് ജെ ആണെങ്കിലും സെയിം ആയിരിക്കും. കാരണം ഈക്വൽ ആണെങ്കിൽ മാത്രമല്ലേ സ്റ്റേറ്റ്മെൻറ്റിൽ കയറുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലോജിക് ഓക്കെ ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞാൻ ബോർഡിൽ കാണിച്ചതുപോലെ ഓരോന്ന് പോയി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് വന്നതിന് ശേഷം ഇത് പ്രിൻ്റ് ആവും. സേവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. ജാവ സാമ്പിൾ ഡോട്ട് ജാവ കണ്ടോ 10:30 എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായി, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു എലമെൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, 11 എന്നുള്ളത്. അതും കൂടി പ്രിൻ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം എന്താ, 11 എന്നുള്ളത് 1th പൊസിഷനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ആണോ നോക്കാം. സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്താൽ കണ്ടോ 10, 11, 30 എന്നുള്ളത് നമുക്കിവിടെ പ്രിൻ്റ് ആയി കിട്ടി. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ലോജിക്ക് വെച്ചിട്ട് ഈ സെക്കൻഡ് ലാർജസ്റ്റ് അറേൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളും ചെയ്തു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും എററോ കാര്യങ്ങളോ ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.